ഹായ് ഫ്രണ്ട്സ്, ഷാസവൻ്റെ പുതിയ ചെറിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് 10-12ഓളം അടിപൊളി കളേഴ്സുള്ള ജറബറ പ്ലാന്റുകളാണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. നല്ല ഹെൽത്തിയായ അടിപൊളി പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. റെഡും യെല്ലോയും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന സൂപ്പർ പ്ലാന്റാണ്. അധികം പ്ലാന്റിനകത്തും ഈ 2 തൈകളുണ്ട്. 1-2 പ്ലാന്റിനകത്ത് ഒരു തൈയുള്ളൂ കേട്ടോ, ഞാൻ പറയാം ആദ്യം. അപ്പോൾ ചില പ്ലാന്റിനകത്ത് മാത്രം 1-2, ബാക്കിയുള്ളതിലൊക്കെ ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റാണ്. കണ്ടോ, നല്ല ഇത്രയും ഹെൽത്തിയായ ബുഷിയായ അടിപൊളി കളർ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ്. ഇപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് ഇതാണ്. ഡാർക്ക് ഓറഞ്ചാണ് കേട്ടോ. ഡാർക്ക് ഓറഞ്ച് കണ്ടോ, ഇതും നല്ല ഹെൽത്തിയായ ഈ 2 തൈകളുള്ള ബുഷിയായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. കണ്ടോ, നല്ല ഫ്ലവറിനൊക്കെ നല്ല വലിപ്പം വരുന്ന അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. ഇത് നല്ലൊരു ഒരു ലൈറ്റ് മജന്തയാണ്. ഒരു പ്രത്യേകത, ഒരു റോസ് കളറിന് ഒരു മജന്തയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കണ്ട, ഇതും നല്ല ഹെൽത്തിയായ പ്ലാന്റാണ്. പിന്നെ ഈ പ്ലാന്റിനകത്ത് ഇതിൽ 2 തൈ ഉണ്ട്. ചില പ്ലാന്റിനകത്ത് ഒരു തൈയുള്ളൂ കേട്ടോ. നല്ല ബുഷിയായ പ്ലാന്റാണ്. അടുത്ത കളർ ഇതാണ് കേട്ടോ. നല്ല ഡാർക്ക് യെല്ലോ ആണ്. ഡാർക്ക് യെല്ലോ എന്ന് പറയുമ്പോൾ നല്ല ഫ്ലവറിന് നല്ല വലിപ്പം വരുന്ന അടിപൊളി പ്ലാന്റാണ് കേട്ടോ. പക്ഷേ ഈ യെല്ലോയിൽ ഒരു തൈ മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല ഹെൽത്തിയായ ചെടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ഓരോ ലീഫ് കണ്ടാൽ തന്നെ അറിയാം, അത്രയ്ക്ക് ഹെൽത്തിയായ പ്ലാന്റാണത്. അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ. റോസും യെല്ലോയും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല അടിപൊളി പ്ലാന്റാണ്. ഇത് ഡബിൾ ഷെയ്ഡ് കളറാണ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു ബ്ലാക്ക് കളർ ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ചില ഫ്ലവേഴ്സിന് വിരിഞ്ഞ് കഴിയുമ്പോൾ അത് യെല്ലോയായി മാറും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ കണ്ട നല്ല ബുഷിയായ ഹെൽത്തിയായ പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ. ഓരോ പ്ലാന്റിൻ്റെയും സൈസ് കാണിക്കാൻ പറയാറുണ്ട് ചില ആളുകളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെയാണ് വരുന്നത്. ഇങ്ങനെ സൈസിലുള്ള ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റുകളാണ് കേട്ടോ. കണ്ടോ, ഇത്രയും വലിയ പോട്ടിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നടുമ്പോൾ വലിയൊരു പോട്ടിൽ തന്നെ ഇത് വെക്കാൻ ശ്രദ്ധിക്കണം. ഇത് ചെറിയൊരു പോട്ടിൽ വലിയ രീതിയിൽ വളർന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതിനേക്കാളും വലിയ പോട്ടിൽ തന്നെ ഇത് വെച്ച് വളർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വൈറ്റും റോസും കളർ കോമ്പിനേഷനായ നല്ല റെയർ പ്ലാന്റാണ്. ഇത് കുറച്ച് മിനിയേച്ചർ വേർഷനാണ് കേട്ടോ. ചെറിയ ഫ്ലവറാണ് ഇതിൻ്റെ തലകൾക്ക്. പക്ഷേ നല്ലൊരു റെയർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. അടുത്ത് ഡാർക്ക് ഓറഞ്ചാണ് കേട്ടോ. ഡാർക്ക് ഒരു തീ കളർ പോലെ ഇങ്ങനെ ഉദിച്ച് വരുന്ന ഡാർക്ക് ഓറഞ്ച് കളറാണ്. നല്ല ഹെൽത്തിയായ ഫ്രഷായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഓരോന്നും. അടുത്തത് ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ. ഭയങ്കര റെയർ പ്ലാന്റ് ആണ്. ഇത് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുള്ള ഒരു കളറാണ് കേട്ടോ, ലൈറ്റ് ബേബി പിങ്ക്. അടുത്തത് വൈറ്റും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന ഭയങ്കര റെയർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത്രയും ബുഷിയായ പ്ലാന്റ് ആണ് കേട്ടോ. ഇതൊരു പീച്ച് കളറാണ് കേട്ടോ. ഇതൊരു മിനിയേച്ചർ വേർഷനാണ്. പീച്ചും ബ്ലാക്കും കളർ കോമ്പിനേഷനാണ്. ഭയങ്കര ഭംഗിയായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. ഇതാകെ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ. അടുത്തതൊരു മജന്തയാണ്. മജന്തയിൽ യെല്ലോ കളർ കോമ്പിനേഷൻ വരുന്ന ഫ്ലവറിന് നല്ല വലുപ്പം വരുന്ന ഒരു പ്രത്യേകതയുള്ള ഒരു പ്ലാന്റാണിത്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു റെഡാണ് കേട്ടോ. ഒരു മെറൂണിഷ് കളറിന് ഒരു റെഡാണ്. ഇതും കുറച്ച് മിനിയേച്ചറാണ് കേട്ടോ. ഫ്ലവർ അധികം വലിപ്പം വരാത്ത നല്ലൊരു റെയർ പ്ലാന്റ് തന്നെയാണ് ഈ മിനിയേച്ചർ വേർഷനൊക്കെ. ഇനിയിപ്പോൾ നമുക്ക് വരുന്നത് ഒരു 2-3 കളറുണ്ട്. ഒന്ന് വരുന്നത് വൈറ്റാണ്. പിന്നെ 2 ഡബിൾ ഷെയ്ഡുള്ള ഈ 2 കളറുകളാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഹെൽത്തിയായ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത നല്ലൊരു അടിപൊളി പ്ലാന്റിൻ്റെ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ ദെൻ, ബൈ.